സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോവാം അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്നുള്ളൊരു ടോപ്പിക്കാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് സെറ്റ് തിയറിയാണ് എടുക്കാൻ പോകുന്നത്. സെറ്റ് തിയറി എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടോപ്പിക്കാണ്, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഓരോ സെറ്റും ഓരോ ഐറ്റംസും എന്താണെന്ന് മാത്രമേ പറയുന്നുള്ളൂ, അതിൽ കണക്കൊന്നും നമുക്ക് ചെയ്യാനില്ല. സെറ്റ് തിയറി എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. സെറ്റ് തിയറി ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം, നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ +1 സെറ്റ് തിയറി ഒക്കെ കേട്ടിട്ടുണ്ടാകും. ഗണം എന്നൊക്കെ പറയും. ഈ മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ സെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല വെച്ചെങ്കിൽ ഗണം എന്നൊക്കെ പറയും, നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ചിഹ്നിടുന്നത് സെറ്റ് തിയറി എന്നുള്ളതിൽ നമ്മൾ പറയാറുണ്ട്. സെറ്റ് കാണാൻ ഗണം, യൂണിയൻ, ഇൻ്റർസെക്ഷൻ, അതൊക്കെയാണ് നമുക്ക് സെറ്റിൽ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് സെറ്റ് എന്ന് പറഞ്ഞാൽ കൂട്ടം, ഒരു കൂട്ടം നമ്പേഴ്സ്, അതിനെയാണ് സെറ്റ് തിയറി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ വൺ വേർഡ്, ചില വൺ വേർഡുകൾ ഓരോ സെറ്റ് കണ്ടാൽ ഇത് ഏതാണ്, അങ്ങനെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വരാവുന്ന ഒരു ചാപ്റ്റർ മാത്രമാണ് ഇത്. അപ്പം എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓർ എ ക്ലാസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ സെറ്റ് എന്ന് പറഞ്ഞാൽ കൂട്ടം, ഒരു കളക്ഷൻ, അല്ലെങ്കിൽ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓർ എ ക്ലാസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റ്. അതിനെയാണ് നമ്മൾ സെറ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെറ്റ് ഈസ് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓർ എ ക്ലാസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെറ്റ്, പലതരത്തിലുള്ള സെറ്റുകളുണ്ട്, അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ അടുത്തത്. അപ്പോൾ സെറ്റ് ഈസ് എ കളക്ഷൻ ഓർ ക്ലാസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ നൾ സെറ്റ്. നൾ സെറ്റ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ ശൂന്യഗണം എന്നൊക്കെ പറയും. നൾ സെറ്റ്, ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുക, നൾ സെറ്റ് എന്ന് പറയുക. ഒന്നുമില്ല. എ സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് നോ എലമെൻറ്റ്, ഒരു എലമെൻറ്റും ഇല്ലാത്തതിനെ പറയുന്ന പേരാണ് നൾ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എ സെറ്റ് വിച്ച് കണ്ടെയ്ൻ നോ എലമെൻറ്റ്, യാതൊരു തരത്തിലുള്ള എലമെൻറ്റും ഇല്ലെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് നൾ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് മെൻ ബൈ നൾ സെറ്റ്? എ സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് നോ എലമെൻറ്റ് ഈസ് കോൾഡ് നൾ സെറ്റ്. ആൻഡ് നൾ സെറ്റ് ഈസ് ഇനി മലയാളം മീഡിയം പഠിച്ചവരാണെങ്കിൽ നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ ശൂന്യഗണം, ഒന്നുമില്ലാത്തതിനെയാണ് നമ്മൾ എന്ത് പറയുക, നൾ സെറ്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഓർ, ഒരു നമ്പറും ഇല്ല, ഒന്നുമില്ലാത്ത അവസ്ഥയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നൾ സെറ്റ് എന്ന്. എ സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് നോ എലമെൻറ്റ് ഈസ് കോൾഡ് നൾ സെറ്റ്. നെക്സ്റ്റ് വൺ ആണ് സബ്സെറ്റ് ഓഫ് എ സെറ്റ്. സബ്സെറ്റ്, ഉപഗണം. നെക്സ്റ്റ് പറയാനുള്ളതാണ് സബ്സെറ്റ് എന്നുള്ള ഭാഗമാണ് അടുത്തത് പറയാനുള്ളത്. അപ്പോൾ സബ്സെറ്റ് ഓഫ് ഇഫ് എവരി എലമെൻറ്റ് ഓഫ് എ സെറ്റ് എ ഈസ് ഓൾസോ ആൻ എലമെൻറ്റ് ഓഫ് സെറ്റ് ബി. അപ്പോൾ സെറ്റ് എയിലും സെറ്റ് ബിയിലും ഉള്ള എലമെൻറ്റുകൾ ഒരേപോലെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സബ്സെറ്റ്. അപ്പോൾ പറയാം, ഇപ്പോൾ എന്താ പറയുന്നത്, ഇഫ് എവരി എലമെൻറ്റ് ഓഫ് സെറ്റ് എയിൽ ഏതൊക്കെ തന്നിട്ടുണ്ട് വെച്ചാൽ ആ എലമെൻറ്റുകളൊക്കെ സെറ്റ് ബിയിലും ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സബ്സെറ്റ് ഓഫ് എ, അതിനെയാണ് സബ്സെറ്റ്. ഇഫ് എവരി എലമെൻറ്റ് ഓഫ് സെറ്റ് എ ഈസ് ഓൾസോ എൻ എലമെൻറ്റ് ഓഫ് സെറ്റ് ബി. അപ്പോൾ എയിൽ തന്നിരിക്കുന്ന എല്ലാ നമ്പറുകളും സെറ്റ് ബിയിലും ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്താണ്, സബ്സെറ്റ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത്. ആൻഡ് വൺ ഓഫ് ദി സബ്സെറ്റ് 1 2 3 5 7 ഈസ് 2 5. അപ്പം നമ്മളിവിടെ പറയാൻ വേണമെന്നുണ്ടെങ്കിലേ, അപ്പം നോക്കിക്കോളൂ, എ എന്ന് പറഞ്ഞിട്ട് 1 2 3 4 5 7 എന്ന് തന്നിട്ടുണ്ട്. ഇനി ബി എന്ന് പറഞ്ഞിട്ട് 2 5 7 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 1 2 3 4 5 7 തന്നു. ബി എന്ന് പറഞ്ഞ് നമുക്ക് എന്തൊക്കെയാണ് 2 5 7 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താ നമുക്ക് പറയുന്നത്, ബിയിലുള്ള നമ്പേഴ്സ് ഉണ്ട് അല്ലേ, ഇതിലില്ലേ, ഇതിൽ ബിയിലുള്ള നമ്പേഴ്സും ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആൻഡ് എ സബ്സെറ്റ് ബി, സബ്സെറ്റിനെ ഉദ്ദേശിക്കുന്നതാണത് കേട്ടോ.
അപ്പോൾ എന്താണ് പറയുന്നത്, എയിലുള്ള എലമെൻറ്റ് ബിയിലും ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സബ്സെറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇഫ് എവരി എലമെൻറ്റ് ഓഫ് സെറ്റ് എ ഈസ് ഓൾസോ ആൻ എലമെൻറ്റ് ഓഫ് സെറ്റ് ബി, എയിൽ വരുന്ന എലമെൻറ്റുകൾ ബിയിലും ഉണ്ടെങ്കിൽ, ഇഫ് എവരി എലമെൻറ്റ് ഓഫ് സെറ്റ് എ ഈസ് ഓൾസോ ആൻ എലമെൻറ്റ് ഓഫ് സെറ്റ് ബി, ഇറ്റ് ഈസ് കോൾഡ് സബ്സെറ്റ് ഓഫ് എ സെറ്റ് എന്ന് നമുക്ക് പറയാം. ഇനി നെക്സ്റ്റ് വൺ, സബ്സെറ്റിൽ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അടുത്ത ഡിസ്ജോയിൻറ്റ് സെറ്റ്. നെക്സ്റ്റ് പറയുന്നതാണ് ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്നാണ് പറയുന്നത്. Two sets A and B are to be disjoint sets if no element of A is in B, no element of B in A. ഇതിപ്പോൾ മറ്റേലുള്ളത് മറിച്ച് എയിലുള്ളത് ബിയിലും ഉണ്ട്, ബിയിലുള്ളത് എയിലും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സബ്സെറ്റ് എന്ന് പറഞ്ഞത്. ഇനി അങ്ങനെ അല്ലാത്തത് ഇപ്പോൾ നോക്കി നോക്കൂ, ഡിസ്ജോയിൻറ്റ് സെറ്റിന് ഉദാഹരണം പറയുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാവും. A is equal to ഗണം 1 2 3, B is equal to ഗണം 5 7 6. അങ്ങനെ വരുമ്പോൾ എയിലുള്ളത് ബിയിലും ഇല്ല, ബിയിലുള്ളത് എയിലും ഇല്ല. അപ്പോൾ അവ തമ്മിൽ എന്ത് സെറ്റാണ്, ഡിസ്ജോയിൻറ്റ് സെറ്റാണ്. അപ്പോൾ എന്താ പറയുന്നത്, ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എയിലുള്ളത് ബിയിലും ഇല്ല, ബിയിലുള്ളത് എയിലും ഇല്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടു സെറ്റ്സ് ഓഫ് എ ആൻഡ് ബി ആർ സെറ്റ് ടു ബി ഡിസ്ജോയിൻറ്റ് sets if no element of A is in B, no element of B in A. അതിനെയാണ് ഡിസ്ജോയിൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി യൂണിയൻ ഓഫ് ടു സെറ്റ്സ്. യൂണിയൻ, നെക്സ്റ്റ് ടോപ്പിക്ക്, യൂണിയൻ ഓഫ് ടു സെറ്റ്സ്. യൂണിയൻ ഓഫ് ടു സെറ്റ്സ്. യൂണിയനെ ഡിനോട്ട് ചെയ്യുന്നതാണ് എ യൂണിയൻ ബി. എ യൂണിയൻ എന്നുള്ള ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പോൾ എന്താണ് യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എയിലുള്ള എല്ലാ നമ്പറുകളും ബിയിലുള്ള എല്ലാ നമ്പറുകളും നമ്മൾ എടുത്ത് എഴുതുക. അതിനെയാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. യൂണിയൻ ഓഫ് ടു സെറ്റ്സ് ഓഫ് എ ആൻഡ് ബി ഈസ് എ സെറ്റ് ഓഫ് ഓൾ ദോസ് എലമെൻറ്റ്സ് വിച്ച് ബിലോങ് ടു എ ആൻഡ് ബി ഓർ ഇൻ ബോത്ത്. രണ്ടിലുള്ള എല്ലാ നമ്പറുകളും നമ്മൾ ഒരേപോലെ എടുത്തെഴുതുന്നതിനെയാണ് യൂണിയൻ എന്ന് പറയാം. അപ്പോൾ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. നോക്കൂ, എ ഈസ് ഈക്വൽ ടു 1 2 3 4 5. നെക്സ്റ്റ് ബി ഈസ് ഈക്വൽ ടു 5 7 8 9. കാൽക്കുലേറ്റ് എ യൂണിയൻ ബി. എ യൂണിയൻ ബി കാണാൻ പറഞ്ഞു. അപ്പോൾ നമ്മളെങ്ങനെ എഴുതുക, എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എല്ലാ നമ്പറുകളും കൊണ്ട് എടുത്ത് എഴുതുക, ഒന്നും നോക്കാനില്ല, അങ്ങനെ എടുത്തേണ്ട എഴുതുന്നേ. 1 2 3 4 5 6 ഇല്ല അല്ലേ, 6 ഇല്ല അല്ലേ, ഇല്ല. 5 7 8 9 എല്ലാ നമ്പറുകളും ഇങ്ങനെ എടുത്ത് എഴുതുന്നതിനെയാണ് യൂണിയൻ എന്ന് പറയുക കേട്ടോ. മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഇൻ്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ്. നെക്സ്റ്റ് intersection of two sets. ഇൻ്റർസെക്ഷൻ്റെ ചിഹ്നം നിങ്ങൾ യൂണിയൻ കൂടി തിരിച്ചിട്ടുള്ളൂ. ഇതാണ് ഇൻ്റർസെക്ഷൻ. എ ഇൻ്റർസെക്ഷൻ ബി. ഇതൊക്കെ കഴിഞ്ഞ സെമ്മിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ന്യൂമറിക്കൽ സ്കില്ല് ഇതൊക്കെ കേട്ടിട്ടുണ്ടാവണം. അപ്പോൾ നോക്കിക്കോളൂ, യൂണിയൻ ഇൻ്റർസെക്ഷനൊക്കെ ന്യൂമറിക്കൽ സ്കില്ലുണ്ട്. അപ്പം നമ്മളിതിൻ്റെ ഇൻ്റർസെക്ഷൻ കാണുകയാണ്. കാൽക്കുലേറ്റ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 1 2 3 4 5, ബി ഈസ് ഈക്വൽ ടു 5 7 8 9. കാൽക്കുലേറ്റ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ പൊതുവായത്, രണ്ടിലും പൊതുവായത് ഏതൊക്കെയാണോ വരുന്നത് വെച്ചെങ്കിൽ അതാണ് നമ്മൾ എഴുതുക. അപ്പോൾ ദെർഫോർ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു, ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് എത്രയും വരിക നോക്കൂ, ഇതിൽ രണ്ടിലും പൊതുവായത് ഏതാണുള്ളത്, 5 മാത്രം. ഇതിനെയാണ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. യൂണിയൻ എന്ന് പറഞ്ഞാൽ എല്ലാ നമ്പറുകളും എടുത്തെഴുതുക. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ പൊതുവായിട്ട് ഏതാണോ വരുന്നത് വെച്ചെങ്കിൽ അത് മാത്രം എടുത്തെഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്.
ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഡിഫറൻസ് ഓഫ് 2 സെറ്റ്സ് എ മൈനസ് ബി. ഇനി എനിക്കാണ് ഡിഫറൻസ് കാണുക എന്നുള്ളത്. 2 സെറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ്. ഒരു പേജ് മാത്രമാണ് ഈ ചാപ്റ്റർ ഉള്ളൂ. വളരെ ജസ്റ്റ് നിങ്ങൾക്ക് ഈ സെറ്റിനെ പറ്റി ഒന്ന് അറിയാൻ വേണ്ടി മാത്രം. ഡിഫറൻസ് ഓഫ് 2 സെറ്റ്സ് എ മൈനസ് ബി. ഡിഫറൻസ് ഓഫ് 2 സെറ്റ്സ് എ മൈനസ് ബി. എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡിഫറൻസ് ഓഫ് 2 സെറ്റ്സ് എ മൈനസ് ബി ഈസ് എ സെറ്റ് ഓഫ് ഓൾ ദോസ് എലമെൻറ്റ് വിച്ച് ബിലോങ് ടു എ ബട്ട് നോട്ട് ബി. എയിൽ വരുന്നത് മാത്രമേ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പ്രകാരം ചെയ്യാം, നോക്കിക്കോളൂ. ഇഫ് എ ഈസ് ഈക്വൽ ടു 1 2 3 4 5. Next, b is equal to 2 4 5 6 7. Calculate a minus b. ഇതിൽ നമുക്ക് എന്താ കാണുന്നത്? a minus b ആണ് കാണുന്നത് അല്ലേ. അപ്പോൾ 2 എന്ന് പറയുന്നത് ഇതിലുണ്ട്, 4 എന്ന് പറയുന്നത് ഇതിലുണ്ട്, 5 എന്ന് പറയുന്നതുണ്ട്. അപ്പോൾ ഇതിലില്ലാത്ത ഏതൊക്കെയാണ്? 1ഉം 3ഉം. a minus b എന്ന് പറയുന്നത് എത്രയാണ്? 1ഉം 3ഉം. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് എന്ത് ചെയ്യാം? ബി മൈനസ് എ കാണുമെന്ന് നോക്കൂ. ഇതിൻ്റെ ബി മൈനസ് എ നമുക്ക് എങ്ങനെ കാണാം? ബി മൈനസ് എ. അപ്പോൾ 2 ഇതിലുണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6ഉം 7ഉം ഇല്ല. അപ്പോൾ ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ 6 7. ഇങ്ങനെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 സെറ്റ്സ് കാണുക അല്ലേ. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 സെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ്. ഇഫ് എ ഈസ് ഈക്വൽ ടു 1 2 3 4 5 തന്നു, ബി സമൻ 2 4 5 6 7 തന്നു. അപ്പോൾ എ മൈനസ് ബി കാണുമ്പോൾ എന്ത് ചെയ്യുക? നോക്കൂ, എക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇതൊക്കെ 2 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. അപ്പോൾ ഇതിലില്ലാത്ത 1ഉം 3ആണ്. അപ്പോൾ ആൻസർ 1ഉം 3. ഇനി ബി മൈനസ് എ എന്ന് പറയുമ്പോൾ ബിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ 2 4 5 6ഉം 7ഉം ഇല്ല. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 6 7. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും ഭാഗങ്ങളാണ് സെറ്റ് തിയറിയിൽ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഇത്രയും ടോപ്പിക്കുകളാണ് ഈ സെറ്റ് തിയറി എന്നുള്ളതിൽ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പം നമുക്കിതിൽ സെറ്റ് തിയറിയിൽ നമുക്കിതിൽ പഠിക്കാനുള്ളത് എങ്ങനെയൊക്കെയാണെന്ന് വെച്ചെങ്കിൽ, സെറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ടോപ്പിക്കുകൾ ഒന്നുകൂടിയും പറയാം. അപ്പോൾ സെറ്റ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത്? കളക്ഷൻ ആൻഡ് ക്ലാസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റ്. സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൂട്ടം. ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓർ ക്ലാസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓരോ തരത്തിലുള്ള സെറ്റുകളാണ് പറഞ്ഞത്. നൾ സെറ്റ്, ഒന്നുമില്ലാതെ ശൂന്യമായിട്ട് നിൽക്കുന്നതിനെയാണ് നൾ സെറ്റ് എന്ന് പറയുന്നത്. ഇനി സബ്സെറ്റ്, ഇഫ് ഒരു എയിലുള്ള എല്ലാ എലമെൻറ്റുകളും ബിയിലുണ്ടാവുക, ബിയിലുള്ള എല്ലാ എലമെൻറ്റും എയിലുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അവ എന്താണെന്ന് പറയാം? ഒരു സബ്സെറ്റാണ്, അല്ലെങ്കിൽ ഉപഗണമാണെന്ന് പറയാം. ഇഫ് എവറി എലമെൻറ്റ് ഓഫ് സെറ്റ് എ ഈസ് ഓൾസോ എൻ എലമെൻറ്റ് ഓഫ് സെറ്റ് ബി, ദെൻ എ ഈസ് കോൾഡ് ദ സബ്സെറ്റ് ഓഫ് ബി. ഇനി ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അറിയാം, എയിലുള്ളതൊന്നും ബിയിലില്ല, ബിയിലുള്ളതൊന്നും എയിലില്ല. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് പറയുന്നു. പിന്നെ യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലുള്ളതും ബിയിലുള്ളതും നമ്മൾ മൊത്തമായിട്ടും എഴുതുന്നതിനെയാണ് യൂണിയൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് മാത്രം നമ്മൾ എടുത്തു തന്നതിന് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഫറൻസ് കാണാം. അത്രയാണ് സെറ്റ് തിയറി എന്നുള്ള ടോപ്പിക്കിൽ പറയാനുള്ളത്. ക്ലിയർ ആയി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി പറയുന്നത് മുതലാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ഭാഗമായിട്ട് അടുത്ത ടോപ്പിക്ക് ഞാൻ തുടങ്ങുകയാണ്. ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് പറയുന്ന ഭാഗം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്ററാണ് തിയറി ഓഫ് പ്രോബബിലിറ്റി. അടുത്ത ചാപ്റ്റർ ശ്രദ്ധിക്കുക. തിയറി ഓഫ് പ്രോബബിലിറ്റി. അടുത്ത ടോപ്പിക്ക് മുതൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിയറി ഓഫ് പ്രോബബിലിറ്റി എന്നുള്ള ചാപ്റ്റർ മുതലാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത്. അത് വളരെയധികം ശ്രദ്ധിക്കുക. കുറേ തിയറി ആദ്യം നമുക്ക് പറയാനുണ്ട്. ആ തിയറി പറഞ്ഞിട്ട് വേണം നമ്മൾക്ക് കണക്കിലോട്ട് എത്താൻ. അപ്പോൾ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. തിയറി ഓഫ് പ്രോബബിലിറ്റി എന്നുള്ളതിൽ പറയാം, ശ്രദ്ധിക്കുക. ഇനി പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സാധ്യത. സാധ്യതയെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുക.
അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ പോസിബിലിറ്റി ഓഫ് ദി ഒക്കുറൻസ് ഓഫ് അൺസർട്ടൺ ഇവൻറ്റ്. What is meant by probability? Probability means the possibility of the occurrence of uncertain event നെയാണ് നമ്മൾ എന്ത് പറയുക probability എന്ന് പറയുന്നത്. അപ്പോൾ probability means the possibility of the occurrence of uncertain event. അതിനെ നമ്മൾ probability എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു കോയിൻ എടുത്തു അല്ലേ, ഒരു കോയിൻ എടുത്തിട്ട് നമ്മൾ ടോസ് ചെയ്യണം. ആ ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹെഡാണോ കിട്ടുക ടെയിലാണോ കിട്ടുക നമുക്ക് നേരത്തെ കൂട്ടി പറയാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ അത് കിട്ടാനുള്ള ചാൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രോബബിലിറ്റി. ഇപ്പോൾ ചിലപ്പോൾ ഹെഡ് കിട്ടാം, ചിലപ്പോൾ ടൈൽ കിട്ടാം അല്ലേ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ചാൻസിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി മീൻസ് ദി പോസിബിലിറ്റി ഓഫ് ദി ഒക്കുറൻസ് ഓഫ് അൺസർട്ടൺ ഇവൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വായിക്കാം. തിയറി ടെക്സ്റ്റ് ബുക്ക് മേടിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൽ മാർക്ക് ചെയ്യുക കേട്ടോ, ചോദിക്കുന്നതാണ് എപ്പോഴും കേട്ടോ. അപ്പോൾ ദി പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ഇവൻറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ദി ന്യൂമറിക്കൽ വാല്യൂ. ഇതിലൊന്നും ഡയറക്റ്റായിട്ട് നമുക്ക് പറയുന്നില്ല, ഇത്രയും നമുക്ക് പറയാനുള്ളൂ. വാട്ട് ഈസ് മെൻ ബൈ പ്രോബിലിറ്റി? പ്രോബിലിറ്റി മീൻസ് ദി പോസിബിലിറ്റി ഓഫ് ഒക്കുറൻസ് ഓഫ് അൺസർട്ടൺ ഇവൻറ്റ്. ഇപ്പോൾ നോക്കിക്കോളൂ, ഞാൻ പറയട്ടെ. ഇപ്പം probability എന്ന് പറഞ്ഞാൽ probability means എന്താണ്? ഇത്ര ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. മീൻസ് ദി പോസിബിലിറ്റി ഓഫ് ദി occurrence of അൺസേർട്ടൺ ഇവൻറ്റ്. അൺസേർട്ടൺ നമുക്ക് തീർച്ചയില്ലാത്ത ഇവൻറ്റ് സംഭവിക്കാനുള്ള ചാൻസിനെയാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? പ്രോബബിലിറ്റി ഈസ് ദി പോസിബിലിറ്റി ഓഫ് ദി ഒക്കുറൻസ് ഓഫ് അൺസേർട്ടൺ ഇവൻറ്റിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം നോക്കിക്കോളൂ, ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്തു. അപ്പോൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഔട്ട്കംസ് ആണ് വരിക. ഒന്നെങ്കിൽ എന്ത് വരാം? ഹെഡ് വരാം, അല്ലെങ്കിൽ ടെയിൽ വരാം അല്ലേ. ഒന്നെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ വരാം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഒരു കോയിൻ എടുത്തിട്ട് നമ്മൾ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് ഹെഡ് കിട്ടുന്നു, അല്ലെങ്കിൽ ടെയിൽ കിട്ടുന്നു. ഹെഡ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഹെഡ് കിട്ടാനുള്ള പി ഓഫ് ഹെഡ്, പ്രോബബിലിറ്റി ഓഫ് ഹെഡ് കിട്ടാനുള്ള ചാൻസ്. ഇത് കാണാനുള്ള സമവാക്യം എന്താ വെച്ചെങ്കിൽ പ്രോബിലിറ്റി എങ്ങനെയാണ് കാണാൻ വെച്ചെങ്കിൽ ഫേവറബിൾ നമ്പർ ഓഫ് കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. പ്രോബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേവറബിൾ നമ്പർ ഓഫ് കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എന്നുള്ളതാണ് പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ കാണാനുള്ള സമവാക്യമാണ്. ഫേവറബിൾ നമ്പർ ഓഫ് കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എന്ന് പറയുന്നതാണ് പ്രോബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഹെഡ് കാണാനുള്ള ചാൻസാണ് നമ്മളിവിടെ ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ഹെഡ് ഇവിടെ എത്ര എണ്ണം കിട്ടും? 1. ഫേവറബിൾ നമ്പർ ഓഫ് കേസസ് എന്ന് പറയുന്നത് 1. ടോട്ടൽ നമ്പർ എത്രയും വരെ 2, 1/2. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആയോ? സിമ്പിളാണ്. പ്രോബിലിറ്റി കേൾക്കുമ്പോൾ നമുക്ക് ഒന്നും ഭയങ്കര ടഫാണ്, സിമ്പിളാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ അതെങ്ങനെ കിട്ടുക വെച്ചെങ്കിൽ ഫേവറബിൾ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. അപ്പോൾ പ്രോബിലിറ്റി ഈസ് ഈക്വൽ ടു favorable number of cases divided by total number of cases. ഇതാണ് പ്രോബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ. പ്രോബിലിറ്റി എങ്ങനെയാണ് കാണുക വെച്ചെങ്കിൽ ഫേവറബിൾ നമ്പർ ഓഫ് കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. അപ്പോൾ ഈ നമ്മുടെ കണക്ക് പ്രകാരം ഫേവറബിൾ ഏതാണ്? 1 ആണ്. ഹെഡാണ് ചോദിച്ചത്. ഇനി പി ഓഫ് ടെയിൽ ചോദിക്കാം അല്ലേ, പി ഓഫ് ടി ചോദിക്കാം. പ്രോബിലിറ്റി ഓഫ് ടെയിൽ കിട്ടാനുള്ള ചാൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര പറയാം? 1/2. ഫേവറബിൾ നമ്പർ 1 ആണ്, ടോട്ടൽ നമ്പർ 2 ആണ്, 1/2. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ പ്രോബിലിറ്റി മീൻസ് ദി പോസിബിലിറ്റി ഓഫ് ദി ഒക്കുറൻസ് ഓഫ് അൺസർട്ടൺ ഇവൻറ്റിനെയാണ് പ്രോബിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയി ഉണ്ടാവും ആ ടോപ്പിക് കേട്ടോ. ഇനി അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് തിയറികൾ നമുക്ക് പറയാനുണ്ട്. ആ തിയറികൾ ഞാൻ പറയാം ആദ്യം. ആ തിയറി എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം. ഫസ്റ്റ് വൺ, റാൻഡം എക്സ്പെരിമെൻറ്റ്. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചെങ്കിൽ 2 2 2 ൽ കൂടുതൽ ഔട്ട്കംസ് എടുത്തിട്ട് നമ്മളിങ്ങനെ
എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ആൻ എക്സ്പെരിമെൻറ്റ് ദാറ്റ് ഹാസ് 2 or more ഔട്ട്കം വിച്ച് വാരി ഇൻ എൻ അൺപ്രഡിക്റ്റബിൾ മാനർ ഫ്രം ട്രയൽ ടു ട്രയൽ. നമ്മളൊരു എന്താ പറയുക, ആൻ എക്സ്പെരിമെൻറ്റ് ദാറ്റ് ഹാസ്, നമ്മളൊരു എക്സ്പെരിമെൻറ്റ് നടത്തുന്ന സമയത്ത് 2 or more ഔട്ട്കംസ്, രണ്ടിൽ കൂടുതൽ ഔട്ട്കംസ് ഉണ്ടായിരിക്കും. അതെങ്ങനെ? വിച്ച് വാരി ഇൻ ആൻ അൺപ്രഡിക്റ്റബിൾ മാനർ. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. പ്രഡിക്റ്റ് ചെയ്യാൻ മുൻകൂട്ടി പറയുക അല്ലേ? അങ്ങനെ മുൻകൂട്ടി പറയാൻ പറ്റാതെ അൺപ്രഡിക്റ്റബിൾ മാനറിൽ അതിലെന്ത് ചെയ്യുന്നു? വാരി ചെയ്യുന്നു. ഫ്രം ട്രയൽ ടു ട്രയൽ വെൻ കണ്ടക്റ്റഡ് അണ്ടർ യൂണിഫോം കണ്ടീഷൻ. ഒരേ കണ്ടീഷനിൽ തന്നെ നമ്മൾ നടത്തുന്നു. പക്ഷെ എന്തുണ്ടാവുന്നു? എക്സ്പെരിമെൻറ്റ് ദാറ്റ് ഹാസ് 2 or more ഔട്ട്കംസ് വിച്ച് വാരി ഇൻ എ, നമ്മളത് വ്യത്യാസപ്പെടുന്നു അൺപ്രഡിക്റ്റബിൾ മാനർ. അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? റാൻഡം എക്സ്പെരിമെൻറ്റ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ് വാട്ട് ഈസ് മെൻറ്റ് ബൈ റാൻഡം എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അതിന് എക്സ്പെരിമെൻറ്റ് ദാറ്റ് ഹാസ്, ഒരു എക്സ്പെരിമെൻറ്റ് നടത്തുമ്പോൾ അതിൽ 2 or more ഔട്ട്കം, രണ്ടിൽ കൂടുതൽ ഔട്ട്കംസ് ഉണ്ടായിരിക്കും. വിച്ച് വാരി ഇൻ എൻ അൺപ്രഡിക്റ്റബിൾ മാനർ ഫ്രം ട്രയൽ ടു ട്രയൽ കണ്ടക്റ്റഡ് അണ്ടർ യൂണിഫോം കണ്ടീഷൻ ഈസ് കോൾഡ് റാൻഡം എക്സ്പെരിമെൻറ്റ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സാമ്പിൾ പോയിൻറ്റ് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്ന തിയറി. വാട്ട് ഈസ് മെൻറ്റ് ബൈ സാമ്പിൾ പോയിൻറ്റ്? A very indecomposable outcome of a random experiment is called sample point. അപ്പോൾ എന്താ പറയുന്നത് വെച്ചെങ്കിൽ, നമ്മളിപ്പോൾ ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഒരു കോയിൻ എടുത്ത് ടോസ് ചെയ്തു. നമ്മുടെ പോയിൻ്റ് എന്ന് ഹെഡാണ് നമുക്ക് വേണ്ടത് വെച്ചാൽ ആ ഹെഡിനെയാണ് നമ്മൾ സാമ്പിൾ പോയിൻ്റ് എന്ന് പറയുന്നത്. ഏതാണോ നമ്മൾ പറയുന്നത് വെച്ചെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാമ്പിൾ പോയിൻ്റ് എന്ന് പറയുന്നത്. Every indecomposable outcome of a random experiment is called sample point. For example, when a coin is tossed, getting head is a sample point. Next one, sample space. അടുത്ത ഒരെണ്ണം പറയാനുള്ളത് sample space ആണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്. The sample space of a random experiment എന്ന് പറഞ്ഞാൽ is a set containing all the sample point of the random. എല്ലാ സാമ്പിൾ പോയിൻറ്റിൻ്റെയും സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ദി സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് ദി സെറ്റ് കണ്ടെയ്നിങ് ഓൾ ദി സാമ്പിൾ പോയിൻറ്റ്സ് ഓഫ് ദി റാൻഡം എക്സ്പെരിമെൻറ്റ്. അതാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്, സാമ്പിൾ സ്പേസിന് ഉദാഹരണം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കണക്ക് രൂപത്തിൽ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ ബോക്സ് കണ്ടെയ്ൻ 10 ടിക്കറ്റ്സ്. ഒരു കണക്ക് കേട്ടോ. എ ബോക്സ് കണ്ടെയ്ൻസ് 10 ടിക്കറ്റ്സ്. ഒരു ബോക്സിൽ 10 ടിക്കറ്റുകൾ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഈച്ച് നമ്പേർഡ്, ഓരോന്നിനും നമ്മൾ ഈച്ച് നമ്പേർഡ്, ഓരോന്നിനും നമ്മൾ എങ്ങനെ നമ്പർ കൊടുക്കുന്നത്? 1 to 10 അങ്ങനെ നമ്പറുകൾ കൊടുത്തു. എ ടിക്കറ്റ് ഈസ് ഡ്രോൺ. എ ടിക്കറ്റ് ഈസ് ഡ്രോൺ. What is the sample space? What is the നോക്കൂ, സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? സാമ്പിൾ പോയിന്റ് വരുന്ന സെറ്റുകളെയാണ് അല്ലേ നമ്മൾ എന്താ പറഞ്ഞത്? എ സാമ്പിൾ സ്പേസ് ഈസ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് ദ സെറ്റ് കണ്ടെയ്ൻ ഓൾ ദി സാമ്പിൾ പോയിന്റ്. എല്ലാം വരാം അല്ലേ? ഇപ്പം നമ്മളൊരു ബോക്സിൽ 10 ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ഈച്ച് നമ്പേർഡ് 1 to 10 നമ്പർ ഇട്ടു, നമ്മളതിന് നമ്പർ ഇട്ടു. എ ടിക്കറ്റ് ഒരെണ്ണമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഏതും ആവാം, നമുക്ക് ഏതും ആയിക്കൂടെ. അപ്പോൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഏതൊക്കെയാവാം? സാമ്പിൾ സ്പേസ് ഈസ് ഈക്വൽ ടു, ഒരു ടിക്കറ്റാണ് എടുക്കുന്നത്, അത് ഏതും ആവാം. 1 to 10 ഏതും ആവാം. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 ഏതും ആവാം. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എന്താ പറഞ്ഞത്? നമ്മുടെ സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഇസ് ദ സെറ്റ് കണ്ടെയ്ൻ ഓൾ ദി സാമ്പിൾ പോയിൻറ്റ്സ് ഓഫ് ദി റാൻഡം എക്സ്പെരിമെൻറ്റ്. ഇനി നെക്സ്റ്റ് വൺ, ഇവൻറ്റ്. ഇനി ഇവൻറ്റ് പറഞ്ഞതാണ്. ആൻ ഇവൻറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ്. അപ്പോൾ സബ്സെറ്റാണ്, സാമ്പിൾ സ്പേസിൻ്റെ സബ്സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇവൻറ്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് മെൻറ്റ് ബൈ ആൻ ഇവൻറ്റ്? ആൻ ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ ആൻ ഇവൻറ്റ് ഈസ് ദി എന്താ പറഞ്ഞത്? ആൻ ഇവൻറ്റ് ഈസ് ദി സബ്സെറ്റ് ഓഫ് എ സാമ്പിൾ സ്പേസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇവൻറ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ എന്തൊക്കെ ടോപ്പിക് അപ്പോൾ ഇതിൽ പറഞ്ഞത് റാൻഡം എക്സ്പെരിമെൻ്റ് എന്താണെന്ന് പറഞ്ഞു അല്ലേ. എന്താ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ആൻ എക്സ്പെരിമെൻ്റ് നടത്തുമ്പോൾ ദാറ്റ് ഹാസ് 2 or more ഔട്ട്കം വിച്ച് വാരി ഇൻ ആൻ അൺപ്രഡിക്റ്റബിൾ മാനർ. നമ്മൾ എങ്ങനെയാണ് അത് നടത്തുന്നത്? അണ്ടർ യൂണിഫോം കണ്ടീഷനിലാണ് നടത്തുന്നത് അല്ലേ. അതിനെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞത് അല്ലേ. പിന്നെ സാമ്പിൾ പോയിൻ്റ് പറഞ്ഞു. എവരി ഇൻഡീകമ്പോസിബിൾ ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റിനെയാണ് നമ്മൾ സാമ്പിൾ പോയിൻ്റ് എന്ന് പറയുന്നത്. പിന്നെ സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഇസ് എ സെറ്റ് കണ്ടെയ്ൻ ഓൾ ദി സാമ്പിൾ പോയിൻറ്റ്സ് ഓഫ് ദി റാൻഡം എക്സ്പെരിമെൻറ്റ്. അതിനെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ ഇവൻ്റ് ആണ് പറഞ്ഞത്. ആൻ ഇവൻ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ദി സാമ്പിൾ സ്പേസ് അല്ല, അതിനെയാണ് നമ്മൾ ഇവൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഷുവർ ഇവൻറ്റ്സ് എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് വൺ ആയിട്ട് പറയാനുള്ളത്. ആൻ ഇവൻറ്റ് ഹൂസ് ഒക്കുറൻസ് ഈസ് ആൻ ഇൻഎവിറ്റബിൾ ഈസ് കോൾഡ്. എന്തായാലും സംഭവിക്കും, സെർട്ടൺ ആണ്, തീർച്ചയാണ്. നമുക്ക് ഇൻഎവിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഒരു കാര്യം സംഭവിക്കുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ വേണ്ടി സാധിക്കില്ല. ഇൻഎവിറ്റബിൾ, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെങ്കിൽ അതിനെ ഷുവർ ഇവൻറ്റ് എന്ന് പറയുന്നു. അപ്പോൾ എന്താ പറയുന്നത്? ആൻ ഇവൻറ്റ് ഹൂസ് ഒക്കുറൻസ് ഈസ് ഇൻഎവിറ്റബിൾ. ഒരു ഇവൻറ്റ് സംഭവിക്കുന്നത് നമുക്ക് ഇൻഎവിറ്റബിൾ ആണെങ്കിൽ അതിനെയാണ് ഷുവർ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇമ്പോസിബിൾ ഇവൻറ്റ് അല്ലെങ്കിൽ എംപ്റ്റി ഇവൻറ്റ്. ഇഫ് ദൻ ഇവൻറ്റ് കനോട്ട് ഒക്വർ വെൻ ദി റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് കണ്ടക്റ്റഡ്. അപ്പോൾ ഒരു ഇവൻറ്റ് സംഭവിക്കുന്നില്ല. ഇഫ് ആൻ ഇവൻറ്റ് കനോട്ട് ഒക്വർ, സംഭവിക്കുന്നില്ല വെൻ എ റാൻഡം എക്സ്പെരിമെൻറ്റ്, നമ്മളൊരു റാൻഡം എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഇവൻറ്റ് ഒക്വർ ചെയ്യുന്നില്ല. ഇഫ് ആൻ ഇവൻറ്റ് കനോട്ട് ഒക്വർ വെൻ എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് കണ്ടക്റ്റഡ് ഈസ് കോൾഡ് ഇമ്പോസിബിൾ ഇവൻറ്റ് എന്ന് പറയുന്നു. പിന്നെ അൺസേർട്ടൺ ഇവൻ്റ് ആണ്. ആൻ ഇവൻറ്റ് ഈസ് സെഡ് ടു ബി അൺസേർട്ടൺ ഇഫ് ദി ഹാപ്പനിങ് ഈസ് നൈദർ ഷുവർ നോർ നോ. നമുക്ക് ഉറപ്പില്ല സംഭവിക്കും എന്നുള്ളത്, ഉറപ്പില്ല. അതിനെയാണ് അൺസേർട്ടണിറ്റി എന്ന് പറയുന്നത്, അൺസേർട്ടൺ ഇവൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ഇവൻറ്റ്സ് ഇവിടെ പറഞ്ഞു. ഇവൻ്റ് എന്ന് തുടങ്ങാം അല്ലേ ഒന്നുകൂടിയും. ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആൻ ഇവൻറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ്. ആൻ ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസിൻ്റെ ഒരു സബ്സെറ്റാണ് അല്ലേ. ഷുവർ ഇവൻറ്റ് പറഞ്ഞാൽ എന്തായാലും സംഭവിക്കും എന്ന് ഉറപ്പുള്ളതിനെ നമ്മൾ ഷുവർ ആൻ ഇവൻറ്റ് ഹൂസ് ഒക്കുറൻസ് ഈസ് ഇൻഎവിറ്റബിൾ ആണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെങ്കിൽ അതിനെ ഷുവർ ഇവൻറ്റ്സ് എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ ഇമ്പോസിബിൾ ഇവൻറ്റ്. ഇഫ് ദി ഇവൻറ്റ് കനോട്ട് ഒക്വർ വെൻ ദി റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഇത് ഇവൻറ്റ് ഒക്വർ ചെയ്യുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ ഇമ്പോസിബിൾ ഇവൻറ്റ് എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ അൺസേർട്ടൺ ഇവൻറ്റ്. ആൻ ഇവൻറ്റ് ഈസ് സെഡ് ടു ബി അൺസേർട്ടൺ ഇഫ് ഇറ്റ്സ് ഹാപ്പനിങ് ഈസ് നൈദർ ഷുവർ നോർ ഇമ്പോസിബിൾ. അതിനെയാണ് അൺസേർട്ടൺ ഇവൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ്. വാട്ട് ഈസ് മീൻ ബൈ ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ്? 2 events ആർ സെഡ് ടു ബി ഈക്വലി ലൈക്ലി ഇഫ് എനി വൺ ഓഫ് ഐറ്റം കനോട്ട് ബി എക്സ്പെക്റ്റഡ് ടു ഒക്കർ ഇൻ പ്രിഫറൻസ് ടു അതർ അല്ലേ. ഒന്നിൻ്റെ പ്രിഫറൻസ് കൊണ്ട് മറ്റേ രണ്ടും സംഭവിക്കാനുള്ള ചാൻസ് ഈക്വലാണ്. അപ്പം നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡ് കിട്ടാനുള്ള ചാൻസും ടെയിൽ കിട്ടാനുള്ള ചാൻസും ഇവിടെ ഈക്വലാണ്. ഒന്ന് സംഭവിക്കുന്നതുകൊണ്ട് മറ്റൊന്നിനും യാതൊരു തരത്തിലുള്ള പ്രയോറിറ്റിയും കിട്ടുന്നില്ല. രണ്ട് കിട്ടാനുള്ള ചാൻസും ഈക്വൽ ആണെങ്കിൽ അതിനെയാണ് ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. നോക്കൂ, 2 events ആർ സെഡ് ടു ബി ഈക്വലി ലൈക്ലി എന്ന് പറഞ്ഞാൽ ഇഫ് എനി വൺ ഓഫ് ദം കനോട്ട് ബി എക്സ്പെക്റ്റഡ് ടു ഒക്കർ ഇൻ പ്രിഫറൻസ് ഓഫ് ദി അതർ. മറ്റൊന്നിൻ്റെ പ്രിഫറൻസ് കൊണ്ട് ഒന്ന് സംഭവിക്കാനുള്ള ചാൻസ് ഇല്ല. രണ്ടും സംഭവിക്കാനുള്ള ചാൻസ് ഈക്വൽ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കുറൻസ് ഓഫ് വൺ പ്രിവെൻറ്റ്സ് ദി ഒക്കുറൻസ് ഓഫ് അത്. ഒന്ന് സംഭവിക്കുന്നത് മറ്റൊന്ന് പ്രിവെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുണ്ടാവുന്നതിനെ വേറൊന്ന് പ്രിവെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഹെഡ് ഉണ്ടാവുന്നതിനെ ടൈല് പ്രിവെൻറ്റ് ചെയ്യുന്നു, ടൈല് കിട്ടുന്നതിനെ ഹെഡ് പ്രിവെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇഫ് ദ ഒക്കുറൻസ് ഓഫ് വൺ പ്രിവെൻറ്റ്സ് ദി ഒക്കുറൻസ് ഓഫ് അതർ അതിനെയാണ് നമ്മൾ എന്താ പറയുക മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. നോക്കുക, എ സെറ്റ് ഓഫ് ഇവൻറ്റ്സ് ആർ സെഡ് ടു ബി മ്യൂച്വലി എക്സ്ക്ലൂസീവ് if the occurrence of one of them prevent the possibility of the occurrence of the other. ഒന്ന് സംഭവിക്കുന്നതിനെ മറ്റൊന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ്. എ ഗ്രൂപ്പ് ഓഫ് ഇവൻറ്റ്സ് ഈസ് സെഡ് ടു ബി എക്സ്ഹോസ്റ്റീവ് വെൻ ഇറ്റ് ഇൻക്ലൂഡ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് റാൻഡം എക്സ്പെരിമെൻറ്റ്. എല്ലാ ഔട്ട്കംസും എന്തൊക്കെ ഔട്ട്കംസ് ആണോ ഉണ്ടാവാനുള്ളത് വെച്ചെങ്കിൽ ആ എല്ലാ ഔട്ട്കംസും ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ് എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ഒന്നും കൂടിയും ഇവൻറ്റ്സ് ഒന്നും കൂടിയും പറയാം, ശ്രദ്ധിക്കുക കേട്ടോ.
അപ്പോൾ അതിൽ നമുക്ക് പറയാനുള്ളത് നമ്മൾ ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ് പറഞ്ഞു അല്ലേ. ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ് പറഞ്ഞാൽ ഇവൻറ്റ്സ് ഏതൊക്കെ ഇവൻറ്റ്സുകളാണോ ഉണ്ടാവുന്നത് വെച്ചെങ്കിൽ അവ ഉണ്ടാവാനുള്ള എല്ലാതും ഉണ്ടാവാനുള്ള ചാൻസ് ഈക്വലായിട്ടാണ് വരുന്നത്. അതിനെയാണ് ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. ഹെഡ് കിട്ടാനുള്ള ചാൻസും ടെയിൽ കിട്ടാനുള്ള ചാൻസും ഈക്വലാണ്. ഒന്ന് കിട്ടുന്നത് കൊണ്ട് മറ്റൊന്നിന് യാതൊരു തരത്തിലുള്ള പ്രിഫറൻസും കിട്ടുന്നില്ല. അതിനെയാണ് ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? ഇഫ് ദ ഒക്കുറൻസ് ഓഫ് വൺ പ്രിവെൻറ്റ് ദി ഒക്കുറൻസ് ഓഫ് അതർ. ഒന്ന് സംഭവിക്കുന്നതിനെ മറ്റൊന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നുവെങ്കിൽ അതിനെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? ഗെറ്റിംഗ് ആൻ ആസ് ആൻഡ് ഗെറ്റിംഗ് എ കിങ് വെൻ എ കോഡ് ഈസ് ഡ്രോൺ. ജാക്ക. അപ്പം നമുക്ക് പറയാം, ഒന്ന് വരുന്നത് ഹെഡ് വരുന്നത് ടെയിൽ പ്രിവെൻറ്റ് ചെയ്യുക, ടെയിൽ കിട്ടുന്നത് ഹെഡ് പ്രിവെൻറ്റ് ചെയ്യുക. പിന്നെ എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ് പറഞ്ഞാൽ എന്താ? എ ഗ്രൂപ്പ് ഓഫ് ഇവൻറ്റ്സ് ഈസ് സെഡ് ടു ബി എക്സ്ഹോസ്റ്റീവ്. ഇതിൽ എല്ലാ ഔട്ട്കംസും പറ്റാവുന്ന എല്ലാ പോസിബിൾ ഔട്ട്കംസും ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണ് പറയുന്നത്. ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഇവൻറ്റ്സിനെ നമ്മൾ എന്ത് പറയുന്നു? ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്ന് പറയുന്നു അല്ലേ. 2 or more events are said to be independent if the occurrence of one of them is no way affect the occurrence of the other or others അല്ലേ. അപ്പോൾ ഒന്ന് സംഭവിക്കുന്നത് ഒരു തരത്തിലും മറ്റൊന്നിനെ അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. 2 or more events are said to be independent if the occurrence of one of them no way affect the occurrence of other or others. യാതൊരു തരത്തിലും അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ് ഉണ്ട്, അഫക്റ്റ് ചെയ്യുമെങ്കിൽ. 2 or more events are said to be dependent if the happening of one of them affects the happening of other. ഒന്ന് സംഭവിക്കുന്നത് മറ്റൊന്നിനെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതിനെയാണ് ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്. സ്വതന്ത്രമായിട്ട് നിൽക്കുന്നതിനെ ഇൻഡിപെൻഡൻറ്റ് എന്നും മറ്റൊന്നിനെ ആശ്രയിച്ച് നിൽക്കുകയാണെങ്കിൽ അതിനെ ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ് എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ അടുത്ത് പറയാനുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ നമുക്കിനി ഇത്രയാണ് തിയറി പാർട്ടുള്ളത്. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാനുള്ള ക്ലാസിക്കൽ തിയറി ഓഫ് പ്രോബബിലിറ്റി എന്നുള്ളതാണ് നെക്സ്റ്റ് ടോപ്പിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തിയറിയിൽ മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി അടുത്തത് ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ. എന്താ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പോസിബിലിറ്റി ഓഫ് ദി ഒക്കുറൻസ് ഓഫ് അൺസർട്ടൺ ഇവൻറ്റ്. ഇനി ക്ലാസിക്കലായിട്ട് അതിനെ എങ്ങനെ പറയുക വെച്ചെങ്കിൽ probability of an event A is equal to probability of an event A is equal to എങ്ങനെയാ? number of cases, favorable number of cases to A divided by total number of cases. Favorable number of cases to A divided by total number of cases. Favorable number of cases to A divided by total number of cases. ഇത്രയേ ഉള്ളൂ. ഫേവറബിൾ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ കേട്ടോ. ഇതാണ് നമുക്ക് പ്രോബബിലിറ്റി കാണാനുള്ള ഇക്വേഷനായിട്ട് നമുക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. കുറേ ഇപ്പോൾ നമ്മൾ പ്രോബബിലിറ്റിയിലെ കുറേ തിയറി പറഞ്ഞു, അതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു കണക്ക് നമുക്ക് 1-2 കണക്കുകൾ ചെയ്തു തുടങ്ങാം. ശ്രദ്ധിക്കുക കേട്ടോ. അതുകൂടി ചെയ്യാനുള്ള സമയമുണ്ട്, ശ്രദ്ധിക്കുക. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് selecting a boy from a class containing
containing 4 boys and 3 girls. 4 boys. അർത്ഥം മനസ്സിലാക്കിയ സിമ്പിളാണ്, യാതൊരു ബുദ്ധിമുട്ടുമില്ല. അർത്ഥം മനസ്സിലാക്കുക മാത്രമേ വേണ്ടൂ. 3 girls. അപ്പോൾ വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് എ ബോയ്? ഒരു ആൺകുട്ടിയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഫ്രം എ ക്ലാസ് കണ്ടെയ്നിങ്, ഒരു ക്ലാസ്സിൽ 4 ആൺകുട്ടികളുണ്ട് 3 പെൺകുട്ടികളുണ്ട്, അതിൽ നിന്നൊരു ആൺകുട്ടിയെ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഉള്ള പ്രോബിലിറ്റി എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എഴുതുക, എല്ലാ ഔട്ട്കംസും എഴുതണം. ഔട്ട്കംസിനെ നമ്മൾ പറയുന്ന പേരാണ് സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസ്, നമ്മുടെ സാമ്പിൾ സ്പേസ് ഏതൊക്കെ ഔട്ട്കംസ് നമുക്ക് വരാം, ഏതിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? ബോയ്സ് എന്നുള്ളതിന് ബി എന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ B1 ബോയ്സ് എത്ര വരും? B1, B2, B3, B4 ബോയ്സ് 4 പേര് അല്ലേ. ഇനി ഗേൾസ് 3 പേര്, അപ്പോൾ G എന്ന് കൊടുക്കുക അല്ലേ. ഗേൾസിന് G കൊടുക്കാം. G1, G2, G3 ഇങ്ങനെ അല്ലേ. B1, B2, B3, B4, G1, G2, G3 ഇത്രയാണ് നമ്മുടെ. ഇനി നമ്മളോടുള്ള ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ്, ഇങ്ങനെയാണ്, ഇങ്ങനെ എഴുതുക. പ്രോബബിലിറ്റി ഓഫ് എന്താ ചെയ്യേണ്ടത്? സെലക്ടിങ്, പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എ ബോയ്. ഒരു ആൺകുട്ടിയെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് അല്ലേ. പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എ ബോയ്, ഒരു ആൺകുട്ടിയെ സെലക്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ. പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എ ബോയ് എന്ന് പറഞ്ഞിട്ട് ഇത് ഒരാളല്ലേ വേണ്ട. അപ്പോൾ എത്രയാണ്? 1 സെലക്ടിങ് എ ബോയ്. ഇപ്പോൾ ഇതിൽ ടോട്ടൽ ഔട്ട്കം എത്ര പേരുണ്ട്? ബോയ്സ് എത്ര പേരുണ്ട്? ഫേവറബിൾ നമ്പർ ഓഫ് കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് അല്ലേ. നമ്മുടെ പ്രോബിലിറ്റി കാണാനുള്ള സമവാക്യം നിങ്ങളൊന്ന് എഴുതി വെക്കുക. അത് കഴിഞ്ഞാൽ സെലക്ടിങ് അതിന് മുകളിലായിട്ട് ഫേവറബിൾ നമ്പർ ഓഫ് കേസസ് ടു എ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് സെലക്ടിങ് എ ബോയ് എന്ന് പറയുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ആൺകുട്ടികളിൽ നിന്നല്ലേ സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ എത്ര ആൺകുട്ടികളുണ്ട്? അതാണ് ഫേവറബിൾ നമ്പർ. എത്ര ആൺകുട്ടികളുണ്ട്? 4 പേര് അല്ലേ. 4. ടോട്ടൽ നമ്പർ എത്രയാണ് കുട്ടികളുടെ? 7. 4/7. ഇത്രയേ ഉള്ളൂ ഉത്തരം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സമവാക്യം എന്താ? ഒരു ഫേവറബിൾ നമ്പർ ഓഫ് കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് എ ബോയ് എന്ന് പറഞ്ഞാൽ 4/7 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്താ നമ്മുടെ സമവാക്യം? ഫേവറബിൾ നമ്പർ ഓഫ് കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. വാട്ട് ഈസ് ദ ചാൻസ് ഓഫ് ഗെറ്റിംഗ്, വാട്ട് ഈസ് ദി chance of getting, what is the chance of getting a head when a coin is tossed? When a coin is tossed, what is the chance of getting a head when a coin is tossed? അപ്പോൾ എങ്ങനെ നമുക്ക് പറയാം ഹെഡ് കിട്ടാനുള്ള ചാൻസ്? അപ്പോൾ നമ്മുടെ സാമ്പിൾ സ്പേസ് നമ്മുടെ ഔട്ട്കംസ് എഴുതുക ആദ്യം. നിങ്ങൾ ഒരു കോയിൻ എടുത്ത് ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ കിട്ടാം എന്നുള്ളത് നിങ്ങൾ ആദ്യം എഴുതുക. ഈസ് ഈക്വൽ ടു ഒന്നുകിൽ ഹെഡ് കിട്ടാം അല്ലെങ്കിൽ ടെയിൽ കിട്ടാം അല്ലെ. എച്ചും ടിയും ആണ് വരിക. അപ്പോൾ നമ്മളോട് പി ഓഫ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഗെറ്റിംഗ് എ ഹെഡ് കിട്ടാനുള്ള ചാൻസിൽ എത്രയുള്ളത് നോക്കി നോക്കൂ. പി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് ഒരെണ്ണല്ലേ ഉള്ളൂ. 1 ടോട്ടൽ നമ്പർ എത്ര? 2. ഫേവറബിൾ നമ്പർ ഓഫ് കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് തിയറിയൊക്കെ നല്ല രീതിയിൽ നോക്കുക, എന്നിട്ട് ഇക്വേഷൻ പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ കണക്കുകൾ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ വരുന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. ശരി, ഓക്കെ.